ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നവരാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ ഏറെ. ഓരോ വർഷവും വിദേശത്ത് പോകുന്ന വിദ്യാർത്ഥികളുടെ വർധനവും ഇക്കാര്യം ശരിവെക്കും. മുൻപ് വിദേശത്തേക്ക് പറക്കാൻ ബിരുദം കഴിയാനാണ് കാത്തിരുന്നതെങ്കിൽ ഇപ്പോൾ +2 കഴിയുമ്പോഴേ പറക്കും. വിദ്യാഭ്യാസം മാത്രമല്ല, ജോലിയും സ്ഥിരതാമസം എന്ന സ്വപ്നവുമാണ് വിദേശ രാജ്യം തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികളെ നയിക്കുന്നത്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കോൺക്ലേവിന്റെ ഏറ്റവും പുതിയ ഇന്ത്യൻ സ്റ്റുഡന്റ് മൊബിലിറ്റി റിപ്പോർട്ട് പ്രകാരം 2023 1.3 ദശലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് വിദേശത്ത് പഠിക്കുന്നത്. വിദ്യാർത്ഥി പ്രവാഹത്താൽ ഇമിഗ്രേഷനിൽ മാറ്റങ്ങൾ വരുത്താൻ ചില രാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ മാറ്റം വരുത്തിയ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമതാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയൻ സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനം അനുസരിച്ച് IELTS, TOEFL, ഡുവലിംഗോ ഇംഗ്ലീഷ് ടെസ്റ്റ് തുടങ്ങിയ ഇംഗ്ലീഷ് പ്രാവീണ്യ പരീക്ഷകളിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഉയർന്ന സ്കോർ ആവശ്യമാണ്. പുതുക്കിയ നിയമങ്ങൾ അനുസരിച്ച് ഒരു താൽക്കാലിക ഗ്രാജുവേറ്റ് വിസയ്ക്ക് ആവശ്യമായ ടെസ്റ്റ് സ്കോർ 6 നിന്ന് 6.5 ആയും ഒരു സ്റ്റുഡന്റ് വിസയ്ക്ക് അത് IELTS അല്ലെങ്കിൽ തത്തുല്യമായതിന് 5.5 നിന്ന് 6 ആയും വർദ്ധിക്കും. ഇതിനു പുറമെ എല്ലാ അന്തർദേശീയ വിദ്യാർത്ഥികൾക്കും രാജ്യം ഒരു പുതിയ ജെനുവിൻ സ്റ്റുഡന്റ് ടെസ്റ്റ് കൊണ്ടുവരും. കൂടാതെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡന്റ് വിസയ്ക്ക് അർഹത നേടേണ്ട സമ്പാദ്യത്തിന്റെ തുക $24,505 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ രാജ്യമാണ് UK. അടുത്തിടെ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് അനുസരിച്ച് ഓരോ വർഷവും 7.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് UK പഠനത്തിനായി പോകുന്നത്. ഇമിഗ്രേഷനിലെ ഈ കണക്കുകൾ കുറയ്ക്കാൻ നിലവിലെ ഇവിടുത്തെ സർക്കാർ ചില പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ബിരുദാനന്തര ഗവേഷണ ബിരുദങ്ങളിലല്ലാതെ വിദേശ വിദ്യാർത്ഥികൾ അവരുടെ കുടുംബങ്ങളെ UK കൊണ്ടുവരുന്നത് നിരോധിക്കുമെന്നും അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനം പൂർത്തിയാകുന്നത് വരെ സ്റ്റുഡന്റ് വിസയിൽ നിന്ന് ജോലി റൂട്ടുകളിലേക്ക് മാറാൻ അനുവദിക്കില്ലെന്നുമാണ് പുതിയ പ്രഖ്യാപനം. കൂടാതെ 2 വർഷത്തെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയുടെ പുനരവലോകനത്തിനും സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. വിദ്യാർത്ഥി വിസയ്ക്കുള്ള പുതുക്കിയ വിസ അപേക്ഷാ ഫീസ് 51,787 രൂപയായി വർദ്ധിപ്പിച്ചു. കൂട്ടത്തിൽ മൂന്നാമത്തെ രാജ്യമാണ് കാനഡ. ഇന്ത്യയിലും കാനഡയിലും കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇമിഗ്രേഷനിൽ നിരവധി തടസ്സങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇവ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഉന്നത പഠനത്തിനായി കാനഡ തിരഞ്ഞെടുത്ത ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ്. 2023 ഡിസംബർ 1 മുതൽ ഓരോ അപേക്ഷകന്റെയും അക്സെപ്റ്റൻസ് ലെറ്റർ IRCCയിൽ നേരിട്ട് സ്ഥിരീകരിക്കാൻ പോസ്റ്റ് സെക്കൻഡറി നിയുക്ത പഠന സ്ഥാപനങ്ങൾ ആവശ്യമാണ്. ഈ പുതിയ രീതി വരാനിരിക്കുന്ന വിദ്യാർത്ഥികളെ ചതിക്കുഴികളിൽ നിന്ന് സംരക്ഷിക്കാനും മുമ്പ് ചില വിദ്യാർത്ഥികൾ അഭിമുഖീകരിച്ച സമാനമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും അവരെ സഹായിക്കും. യഥാർത്ഥ അക്സെപ്റ്റൻസ് ലെറ്ററിന്റെ അടിസ്ഥാനത്തിലാണ് പഠനാനുമതി നൽകുന്നതെന്നും ഇത് ഉറപ്പാണ്. അടുത്ത രാജ്യമാണ് ഫ്രാൻസ്. ഫാഷൻ, പാചകം, മാനേജ്മെന്റ്, ബിസിനസ് തുടങ്ങിയ മേഖലകളിൽ കരിയർ പിന്തുടരാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ ഫ്രാൻസ് ഒരു മികച്ച ഓപ്ഷനാണ്. അന്തർദേശീയ വിദ്യാർത്ഥികൾക്കായി ഫ്രാൻസ് നിരവധി മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഫ്രാൻസിൽ ബിരുദാനന്തര ബിരുദം നേടുന്ന വിദ്യാർത്ഥികൾക്കായി ഫ്രഞ്ച് സർക്കാർ മുൻപ് സ്പോൺസർ ചെയ്ത 2 വർഷത്തെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഇപ്പോൾ 5 വർഷമായി നീട്ടിയിട്ടുണ്ട്. മാസ്റ്റേഴ്സിനോ അതിനു മുകളിലോ ഉള്ള ഒരു സെമസ്റ്റർ പോലും രാജ്യത്ത് പഠിച്ച വിദ്യാർത്ഥികൾക്ക് 5 വർഷത്തെ ഹ്രസ്വകാല ഷെങ്കൻ വിസയും തൊഴിലവസരങ്ങളും പ്രയോജനപ്പെടുത്താമെന്ന് ഫ്രാൻസ് അടുത്തിടെ പ്രഖ്യാപിച്ചു. അടുത്ത രാജ്യമാണ് അയർലൻഡ്. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ വരാനിരിക്കുന്ന വിദേശ പഠന കേന്ദ്രങ്ങളിലൊന്നാണ് അയർലൻഡ്. പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയ്ക്കായി ബിരുദമോ ബിരുദാനന്തര ബിരുദമോ പൂർത്തിയാക്കിയ അന്തർദേശീയ വിദ്യാർത്ഥികളെ 2 വർഷത്തേക്ക് രാജ്യത്ത് തുടരാൻ ഐറിഷ് സർക്കാർ അനുവദിക്കുന്നു. അതേസമയം PhD ഉടമയ്ക്ക് 3 വർഷത്തേക്ക് തുടരാം. നേരത്തെ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഈ സമയപരിധി 1 വർഷമായിരുന്നു. അടുത്തത് ഇറ്റലി. ബിരുദം പൂർത്തിയാക്കിയ ശേഷം ഇറ്റലിയിൽ തുടരാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇനി 12 മാസം കൂടി രാജ്യത്ത് തുടരാൻ അനുമതി നൽകും. സർക്കാർ കണക്കുകൾ പ്രകാരം 2022 5,897 ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് പഠന വിസയിൽ ഇറ്റലിയിൽ ഉണ്ടായിരുന്നത്. 2019 4,791 ഇന്ത്യൻ വിദ്യാർത്ഥികളും 2020 3,211 2021 3,008 ഇന്ത്യൻ വിദ്യാർത്ഥികളുമായിരുന്നു ഇറ്റലിയിൽ ഉണ്ടായിരുന്നത്. അടുത്തത് ന്യൂസിലൻഡ് ഇപ്പോൾ IELTS 1 സ്കിൽ റീടേക്ക് ടെസ്റ്റ് എഴുതുന്നവരെ ആദ്യ ശ്രമത്തിൽ അവർ ആഗ്രഹിച്ച സ്കോർ നേടിയില്ലെങ്കിൽ ലിസണിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് ഈ യോഗ്യത ടെസ്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് വീണ്ടെടുക്കാൻ അനുവദിക്കുന്നു. കൂട്ടത്തിൽ അവസാനത്തേതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ ഏറ്റവും പ്രചാരമുള്ള വിദേശ പഠന കേന്ദ്രങ്ങളിലൊന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിൽ നടക്കുന്ന ക്രമക്കേടുകൾ തടയുന്നതിനായി സ്റ്റുഡന്റ് വിസ അപേക്ഷകർക്കായി 2023 പുതിയ നിയമം പ്രഖ്യാപിച്ചു. പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് FMJ സ്റ്റുഡന്റ് വിസയ്ക്ക് അപേക്ഷിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായ പാസ്പോർട്ട് വിവരങ്ങൾ ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുന്നു.
തെറ്റായ പാസ്പോർട്ട് നമ്പർ ഉപയോഗിച്ച് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്താൽ വിസ അപേക്ഷാ കേന്ദ്രങ്ങളിൽ സ്വീകരിക്കില്ല. മാത്രമല്ല ഇവരുടെ നിയമങ്ങൾ റദ്ദാക്കുകയും വിസ ഫീസ് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ പുതിയ മാറ്റങ്ങളൊക്കെ അറിഞ്ഞില്ലേ? എങ്കിൽ വേഗം നിങ്ങളുടെ വിദേശം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കോളൂ.